എല്ലാവർക്കും ജസ്റ്റ് ഫോർ സർവൈവലിൻ്റെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത് തിരുനെല്ലിയിലെ ജംഗിൾ റിട്രീറ്റ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ്. റിസോർട്ടുകളുടെ കാര്യം പറയുമ്പോൾ ഭയങ്കര രസകരമായിട്ടാണ് ഈ റിസോർട്ടുകൾ നമുക്ക് ഒട്ടുമിക്ക എല്ലാ റിസോർട്ടുകളും ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് മറ്റൊരു വശമെന്ന് പറഞ്ഞാൽ പലരും ഈ കാട് കയ്യേറിയിട്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം കയ്യേറിയിട്ടോ ഒക്കെയാണ് ഈ റിസോർട്ടുകൾ നിർമ്മിക്കുക. മൂന്നാറിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ റിസോർട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്ഥലം കാടിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടാണ്. കാരണം ആദ്യമേ ഇവരുടെ പ്രോപ്പർട്ടിയിൽ ഒരു ചെറിയൊരു കുളം പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി വലുതാക്കി കൊടുത്തിട്ട് കാട്ടുമൃഗങ്ങൾക്കെല്ലാം വന്ന് വെള്ളം കുടിക്കാൻ ഒരു സൗകര്യം ചെയ്തിട്ടാണ് ഈ റിസോർട്ട് പണിതത്. അപ്പോൾ അതിൻ്റെ സ്റ്റോറിയൊക്കെ നമ്മൾ റിസോർട്ടിൻ്റെ ഓണറിനോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ചെറിയൊരു വാക്ക് അറൗണ്ട് ചെയ്യുകയാണ് ഈ റിസോർട്ടിൽ. നമ്മളിങ്ങനെ നടന്ന് കയറി വരുമ്പോൾ നേരെ കാണുന്നതാണ് നമ്മുടെ പാർക്കിങ്. റിസോർട്ടിൻ്റെ ഗേറ്റ് കഴിഞ്ഞ് ഉടനെ ഞാൻ നേരത്തെ എടുത്ത ഗേറ്റിൻ്റെ ഉടനെയാണിത്. നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഒരു ഫിഷിംഗ് പോണ്ട് കാണാം. ഇവിടുത്തെ കസ്റ്റമേഴ്സിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഫിഷിംഗ് പോണ്ടാണ്. ഇങ്ങനെ ഒരു പടി കടന്ന് എൻ്റെ അമ്മയെ താഴെ കിടന്നാണ്. ഇങ്ങനെ ഒരു പടി കടന്ന് വേണം നമ്മൾ ഫിഷിംഗ് പോണ്ടിലേക്ക് ചെല്ലാനായിട്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് ഫിഷ് ചെയ്യാം. കുട്ടികളൊക്കെ വരികയാണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമായിരിക്കും ഇത്. പക്ഷേ മീനൊന്നും വെട്ടുന്നത് കാര്യമായി കാണുന്നില്ല. ഉണ്ട് അതാ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ട മീനുകളുണ്ട്. ഇതാണ് ഇങ്ങോട്ട് കയറി വരേണ്ട വഴി. ഞാൻ നേരത്തെ തെന്നി വീഴാൻ പോയത് ഇവിടെയാണ്. കാടിനോട് വളരെ ഇഴുകിച്ചേർന്നിട്ടുള്ളൊരു കൺസ്ട്രക്ഷനും രീതികളും ഒക്കെയാണ് ഇവിടെ. ഫുൾ ഇതേപോലെ ഇങ്ങനെ ലെഫ്റ്റ് കയറിയിട്ടാണ് നമ്മൾ മേലെ ഒരു റിസപ്ഷനിലേക്ക് എത്തേണ്ടത്. പടികളാണ്, അത് കയറി വേണം റിസപ്ഷനിലേക്ക് എത്താൻ. ഇതിങ്ങനെ പോകുന്ന സമയത്ത് റിസപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഇടതുവശത്തായിട്ട് പൂളുണ്ട്. പക്ഷെ അതിപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ക്ലോസ് ആണ്. അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. നമ്മൾ റിസപ്ഷനിലേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. ഇവിടുത്തെ ഡൈനിങ് ഏരിയയാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ്. രാത്രിയിലൊക്കെ നല്ല രസമായിരിക്കും. കാരണം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഗ്രൂപ്പ് വന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണത്. നമ്മൾ പോകുന്നത് ഇവിടുത്തെ റൂംസിലേക്കാണ്. 2 ടൈപ്പ് റൂമുകളാണ് ഇവിടെ ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് കോട്ടേജുള്ളത്. ഈ കാണുന്നത് ഒരു കോട്ടേജാണ്. ഇവിടുത്തെ ഏറ്റവും വ്യൂ ഉള്ളൊരു കോട്ടേജാണ് കേട്ടോ. 3 കോട്ടേജ് ഉണ്ട്. അതിൽ സെൻറ്ററിലുള്ള ഈ കോട്ടേജ്, ഇതിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വ്യൂ ഉള്ള ഒരു കോട്ടേജ്. ആ വ്യൂവിലേക്ക് നമുക്ക് വരാം. ആദ്യം എല്ലായിടത്തും ഈ വളരെ ഫോറസ്റ്റിനോട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസൈനാണ്. കാരണം തടിയാണ് കംപ്ലീറ്റ്. ഇങ്ങനെ നമുക്കൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നിന്ന് നേരെ കാണുന്ന വ്യൂ ആണ്. അവിടെ വാച്ച് ടവർ ഉണ്ട്. വാച്ച് ടവറിൻ്റെ ഫ്രണ്ടിൽ ഒരു കുളമുണ്ട്. ആ കുളത്തിലാണ് ഈ മൃഗങ്ങൾ വെള്ളം കുടിക്കാനും കുളിക്കാനും ഒക്കെ വരിക.
സോഫയിൽ ഇരുന്നാലും ഇവിടെ ഒന്നും കാണാം കേട്ടോ, നല്ല കാഴ്ച. നമ്മൾ ആദ്യത്തെ റൂം കണ്ടു. രണ്ടാമത്തെ ഒരു കോട്ടേജ് കൂടെ കാണാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വില്ല കൂടെ കാണാം. ഇതാണ് ഈ കോട്ടേജിൻ്റെ. ഇവിടെ നിന്നാലും വ്യൂ ഉണ്ട്, പക്ഷേ മറ്റേതിൻ്റെ ഞാൻ പറഞ്ഞ ആ സെൻറ്ററിലുള്ള കോട്ടേജിൻ്റെ അത്ര വ്യൂ ഉണ്ടാകില്ല. ഇവിടെയൊക്കെ ഇരുന്ന് വൈകുന്നേരം ഒരു ചായ കുടിച്ചിരിക്കാൻ ഭയങ്കര രസമാണ്. രണ്ടാമത്തെ കോട്ടേജ് തുറന്നകത്ത് കയറുമ്പോഴാണ് ഇവിടെ ഫുള്ള് കണ്ടോ ഇങ്ങനത്തെ ഒരു ഡിം ലൈറ്റ് തീമിലാണ്. പിന്നെ അത് മാത്രമല്ല തടിയായിരിക്കും ഇത് മൊത്തം. തടിയാണ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വാച്ച് ടവറാണ്. ഈ വാച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഒരു ഒരു കുളം പോലുള്ള ഇച്ചിരി വലുതാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഒരു വാച്ച് ടവർ, അതിലേക്ക് നോക്കാനായിട്ടൊരു വാച്ച് ടവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാച്ച് ടവറിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൃഗങ്ങൾ വരുന്നത് കാണാം. ഇന്ന് ഞാനൊന്നും കണ്ടിട്ടില്ല, പക്ഷേ ലാസ്റ്റ് ടൈം ഞാനിവിടെ താമസിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ ആനയും കാട്ടുപോത്തിനെയും കണ്ടിരുന്നു. ഇതാണ് നമ്മുടെ വാച്ച് ടവർ. ഇവിടെ നിന്നാണ് നമ്മൾ കാഴ്ചകൾ കാണേണ്ടത്. ശരി, പ്രായമുള്ളവരൊന്നും ഇതിൽ കയറാതിരിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. ഇതാണ് വാച്ച് ടവറിൽ നിന്നുള്ള വ്യൂ. ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു കുളം പോലെയായിരുന്നു, അവരത് വലുതാക്കി. അപ്പോൾ ഇപ്പോൾ നല്ല വെള്ളം അതിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് മൃഗങ്ങളൊക്കെ എത്തും. കണ്ടോ, ശരിക്കും ഇതിൻ്റെ അത് ഈ ഒരു ഇതിൽ നടുക്കൊരു വീട് കാണുന്നില്ല, ആ അറ്റത്തൊരു വീട് കാണും. ആ വീട് വരെയുള്ള സ്ഥലം ഇവരുടേത് തന്നെയാണ്. പക്ഷേ ഇവരങ്ങോട്ടേക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാതെ ഈ കുറച്ച് സ്ഥലം ഇങ്ങനെ മൃഗങ്ങൾക്കായിട്ടൊക്കെ വിട്ടുകൊടുത്തു. എന്നിട്ട് ഇവിടെ ഫെൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്കും ഇത് സേഫാണ്. ഇവിടെ വന്നിരുന്ന് ഇത് കടന്നൊന്നും മൃഗങ്ങൾ വരികയില്ല. ഇവിടെ ഫെൻസിങ് ഉണ്ട്. പക്ഷേ ഈ പ്രോപ്പർട്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലായിടത്തുനിന്നും ഇതിലേക്കുള്ള വ്യൂ ഉണ്ട്. ഒന്നും കാണാൻ സാധ്യതയില്ല, കാരണം ഞാൻ ഉച്ചയ്ക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ സ്റ്റേ ചെയ്ത സമയത്ത് രാവിലെ കണ്ടിരുന്നു. രാവിലെ ഒരു 7 മണി സമയമായപ്പോൾ ആന കണ്ടിരുന്നു. വൈകുന്നേരം കാട്ടുപോത്തിനെ കണ്ടിരുന്നു. മാനൊക്കെ മിക്കവാറും വരും, പക്ഷെ ഇപ്പോൾ ഒരു ഉച്ച സമയമായതുകൊണ്ടൊന്നും ഞാൻ കാണാൻ സാധ്യതയില്ല. ഞാൻ ഡോക്ടർ താര, സെൻറ്റ് ജോസഫ്സ് കോളേജിൽ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് 2004 റിട്ടയർ ചെയ്തതാണ്. ഇത് ഞങ്ങൾ 2007 ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചത്. അത് ശരിക്കും വാങ്ങിക്കുന്ന സമയത്ത് ഈ സ്ഥലത്തിൻ്റെ ഭംഗി കണ്ട് മാത്രം വാങ്ങിച്ചതാണ്. 3 വശവും കാടിനോട് ചുറ്റപ്പെട്ട ഒരു 10 ഏക്കർ ഭൂമി, റോഡ് ആക്സസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഒരു ശാന്തമായ സ്ഥലത്ത് വന്ന് താമസിക്കാനുള്ള ആഗ്രഹത്തിൽ വാങ്ങിച്ച ഒരു പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഇവിടെ വന്ന് താമസിക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞ കാരണം 1-2 റൂംസ് പണിഞ്ഞു. പിന്നെയാണ് അത് ഒരു കമേഴ്ഷ്യൽ ലെവലിലേക്ക് മാറിയത് തന്നെ. പക്ഷേ ഇപ്പോഴും ഞങ്ങൾക്ക് ആകെപ്പാടെ 7 റൂമേ ഉള്ളൂ. ഇവിടെ 10 ഏക്കർ സ്ഥലമുണ്ടെങ്കിലും നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. 7 മുറികൾ ഞങ്ങൾ കൊടുക്കുന്നത് ശരിക്കും വൈൽഡ് ലൈഫും നേച്ചറും എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം.
പലരും വന്ന് ചോദിക്കാറുണ്ട് കുറേ കൂടെ സ്ഥലം കാട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ അടുത്തൊക്കെ ചെയ്തൂടെ. പക്ഷേ അത് വൈൽഡ് ആനിമൽസിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലേക്ക് ആവരുത് എന്ന് എൻ്റെ മകന് വളരെ നിർബന്ധമുണ്ട്. കാരണം അത് വൈൽഡ് ആനിമൽസിനെ കാണുക, എൻജോയ് ചെയ്യുക, ദൂരത്ത് നിന്ന് അവർക്ക് യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ, എന്നാൽ അറ്റ് ദ സെയിം ടൈം നമുക്ക് അവരുടെ പ്രസൻസ് എൻജോയ് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഇത് കൊണ്ട് നടക്കുന്നത്. ജംഗിൾ റിട്രീറ്റ് വയനാട് ശരിക്കും ഇതൊരു റിട്രീറ്റ് തന്നെയാണ് വൈൽഡ് ആനിമൽസിനെ ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള അങ്ങനത്തെ ടൂറിസ്റ്റ് ആണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളിങ്ങോട്ട് വരണ്ട. കാരണം നമുക്കിവിടെ ഒച്ചയും ബഹളവും പാട്ടും ഒന്നും എൻ്റർടൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം അത് വൈൽഡ് ആനിമൽസിനെ ശരിക്കും ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. ഇത് ശരിക്കും അവരുടെ ഒരു ആവാസ സ്ഥലമായതുകൊണ്ട് അവർക്ക് മാക്സിമം ഫ്രീഡം, അറ്റ് ദ സെയിം ടൈം നാട്ടിൽ താമസിക്കുന്ന നമ്മളെപ്പോലെയല്ല, പക്ഷേ അതേസമയം വൈൽഡ് ലൈഫിനോടും നേച്ചറിനോടും അത്രയധികം താല്പര്യമുള്ളവർക്ക് ഇതിനെ കാണാനും ഇതിൻ്റെ പ്രസൻസ് മനസ്സിലാക്കാനും ഇതിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ നേരിട്ട് അനുഭവിക്കാനും ഉള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇതിലെ ഉദ്ദേശം. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു 6 ഏക്കറോളം നമുക്ക് വയലുണ്ട്. വയൽ അതുപോലെ നിർത്തിയിരിക്കുകയാണ്. വയലിൻ്റെ ചുറ്റുവട്ടമുള്ള ചെടികളും വെട്ടി നശിപ്പിക്കാതെ ആ കാടിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടി നമുക്കിപ്പോൾ ശരിക്കൊരു മാനിക്യൂർഡ് ഗാർഡനൊന്നും ഉണ്ടാക്കാൻ ഒരു താല്പര്യമില്ല. ബിക്കോസ് ഇത് കാടാണ്. കാടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ കുറച്ച് ലോണും കുറച്ച് ചെടികൾ, പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നല്ലാതെ അതിലപ്പുറത്തേക്ക് പോയിട്ട് നമുക്കൊരു ഗാർഡനൊന്നും സെറ്റപ്പ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. ഇതൊരു കാടാണ്. കാടിൻ്റെ തണിമ നിലനിർത്തണം. ചുറ്റുവട്ടമുള്ള കാട് എൻജോയ് ചെയ്യണു. ഇതുപോലെ നമുക്ക് ഈ വയൽ കഴിഞ്ഞ് നമുക്ക് 2-2.5 ഏക്കർ സ്ഥലം വേറെ ഉണ്ട്. അതിവിടുന്ന് തന്നെ നോക്കിയാൽ കാണാം. പക്ഷെ അവിടെ നമുക്കൊരു ചെറിയ വീടും അതിൻ്റെ മുകളിലൊരു ടെറസ് പോലെ ഒരു സ്ഥലവും കിട്ടിയിട്ടുണ്ട്. ഗസ്റ്റിനൊക്കെ അവിടെ പോയി ശബ്ദം ഉണ്ടാക്കാതെ ഇരുന്ന് ആനയും ഒക്കെ നടക്കുന്നത് അവർക്ക് തൊട്ട് താഴെ കണ്ണിൻ്റെ മുമ്പിൽ അവർക്ക് കാണാം. പക്ഷേ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ അവരിയ്ക്കുന്നു. അപ്പോൾ കാടും കാടിൻ്റെ തനിമയും നിലനിർത്തിക്കൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് ഇതിനെ പറ്റിയിട്ട് നല്ലൊരു നോളജ് കിട്ടാൻ വേണ്ടി, അതും ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ആ വീഡിയോസൊക്കെ നമ്മൾ ഇവിടെ വൈകുന്നേര സമയത്ത് ഒരു പ്രൊജക്ടർ വെച്ചിട്ട് കാണിച്ചു കൊടുക്കും. പിന്നെ കുറേ ഇതിൻ്റെ കാടിനെ പറ്റിയിട്ടും ഇവിടുത്തെ ആവാസ വ്യവസ്ഥയെ പറ്റിയിട്ടും ഇവിടെ കാണുന്ന പ്രത്യേകതരം ആനിമൽസ്, അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഇതൊരു ട്രൈബൽ ഏരിയയാണ്. അപ്പോൾ ട്രൈബൽ ഏരിയയിൽ ഈ ട്രൈബൽസ്, എത്ര തരം ട്രൈബൽസ് ഉണ്ട്, അവരുടെ ജീവിത രീതി എങ്ങനെയാണ്, ഇതിനെയൊക്കെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ ഇതുപോലത്തെ ബോർഡ്സ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഗസ്റ്റിന് വളരെയധികം ഇൻഫർമേറ്റീവാണ്. അവർ എൻജോയ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ആളുകൾക്ക് എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം കാടിനെ പറ്റി മനസ്സിലാക്കാനും കാടിനെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതും കൂടെ ഒരു ചെറിയ തോതിൽ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ, വലിയ ലെവലിലല്ല, പക്ഷേ എന്നാലും നമ്മുടെ അറിവും കഴിവും വെച്ചിട്ട്. എൻ്റെ മകന് ശങ്കർ, അനി എന്നാണ് വിളിക്കുക, അനിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അവൻ്റെ IT പ്രൊഫഷണലാണ്. എന്നാലും അവൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് കാടും ആനിമൽസും, അതിനെപ്പറ്റി പഠിക്കലും അതിനെപ്പറ്റി ബ്ലോഗ് എഴുതലും അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ഞങ്ങൾ ഫാമിലിയോടെ വൈൽഡ് ലൈഫും നേച്ചറും ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പം കഴിയുന്നതും നേച്ചറിന് യാതൊരു ഡിസ്റ്റർബൻസും വരുത്താതെ നമുക്ക് എങ്ങനെ നേച്ചർ എൻജോയ് ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ജംഗിൾ റിട്രീറ്റ് കൊണ്ട് നടക്കുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ നമുക്കൊരു വാച്ച് ടവർ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു പകുതി ഭാഗം വെച്ചിട്ട് ഒരു
വാച്ച് ടവർ പണിതത്. അതവിടെ പണിയാൻ കാരണം ഇത് ഞങ്ങൾ വാങ്ങുമ്പോൾ ഇത് 1-2 ബ്രദേഴ്സ് കൃഷി ചെയ്തിരുന്ന ഭൂമിയാണ്. അവരുടെ വീടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പാടത്തിൽ ഒരു കുളം കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുളത്തിൻ്റെ സൈഡിലാണ് നമ്മൾ ഈ ഒരു വാച്ച് ടവർ പണിതത്. അപ്പോൾ ആ സമയത്ത് കുളം അത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ 6 ഏക്കറും കൃഷി ചെയ്യാൻ താല്പര്യപ്പെട്ട് അപ്പോൾ നമ്മുടെ കൃഷി ഓഫീസറൊക്കെ വന്ന് നോക്കി. ആദ്യം ഒരു 1-2 കൊല്ലം കൃഷി ചെയ്തപ്പോൾ വെള്ളം തികഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ആ കുളമൊന്ന് വലുതാക്കാനുള്ള പെർമിഷൻ തന്നു. അപ്പോൾ നമ്മൾ ആ കുളം വലുതാക്കി അവിടെ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആനയടക്കം ഇപ്പോൾ അതിൽ വന്ന് കുളിക്കും. ഈ വെള്ളം കുടിക്കാനും ആനയൊക്കെ വെള്ളം കുടിക്കാനും എല്ലാം ഈ കുളത്തിനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ മഴയുള്ള സമയത്തൊന്നും ഈ കുളത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ നല്ല ഡ്രൈ ആവുന്ന സമയത്ത് കാട്ടിലെ വെള്ളച്ചാല് സ്രോതസ്സുകളൊക്കെ വറ്റി വരണ്ടിരിക്കുമ്പോൾ ധാരാളം ആനിമൽസ് ഇവിടെ വന്ന് വെള്ളം കുടിക്കാൻ വരാറുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ ഈ വാച്ച് ടവറിൽ മാത്രമേ ഇരുന്നേ അതൊക്കെ കാണുകയുള്ളൂ. ഈ റിസോർട്ടിൻ്റെ ബുക്കിങ്ങും മറ്റു കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് ബന്ധപ്പെടുക ഇവരെ. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.